ശില്പങ്ങളുടെ വീട്ടിലേക്കൊരു യാത്ര. കൈപ്പുഴയിലെ ചിത്രശാലയുടെ കഥ. കൈപ്പുഴ പഞ്ചായത്തിലെ ഒരു ശാന്തമായ വീട്ടിലേക്ക് കാൽവെച്ചാൽ ആദ്യം കണ്ണിൽപ്പെടുന്നത് അത്ഭുതം സൃഷ്ടിക്കുന്ന ശില്പങ്ങളാണ്. എൻ്റെ പേര് ബിന്ദു സുധീഷ്. കൈപ്പുഴയിലാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ ഇപ്പോൾ ഒരു വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. എൻ്റെ ഹസ്ബൻഡാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് കുടുംബശ്രീയിൽ നിന്ന് ഇപ്പോഴാണ് ഒരു സംരംഭത്തിനായി കിട്ടിയത്. അതിൽ നിന്നാണ് ഞങ്ങളത് ഇത് ആരംഭിച്ചിരിക്കുന്നത്. സിമന്റ് കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റാത്ത രചനകൾ. വമ്പിച്ച താളവും അതിനോട് ചാരിച്ചു നിൽക്കുന്ന വീണയും, മരത്തടി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കിണറും അതിനരികിൽ ചക്ക കൊണ്ട് കവിഞ്ഞ ഒരു കൊമ്പും, പിന്നെ ജീവൻ പകരുന്ന പോലെ തോന്നിക്കുന്ന ഒരു മയിലും, എല്ലാം യാഥാർത്ഥ്യത്തെ മറികടക്കുന്ന രീതിയിൽ രൂപപ്പെട്ട കലാസൃഷ്ടികൾ. ഈ ചിത്രശാലയ്ക്ക് പിറകിൽ നിൽക്കുന്നവരാണ് കുടുംബശ്രീയിൽ ഉൾപ്പെട്ട ബിന്ദുവും ഭർത്താവ് സുധീഷ് കുമാറും. എൻ്റെ പേര് സുധീഷ് കുമാർ. ഞാൻ 30 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. അപ്പം ഞാൻ ഈ വീടുകളിൽ ചെന്നിട്ട് റിലീഫ് വർക്കുകളെ അതുപോലെ തന്നെ രൂപങ്ങളെ, അമ്പലത്തിലെ വിഗ്രഹങ്ങളെ, പള്ളിയിലെ രൂപങ്ങളെ, എല്ലാം ചെയ്യുന്നുണ്ട്. സിമന്റിന് ഒരു രൂപം നൽകുക മാത്രമല്ല, അതിലൊളിഞ്ഞ കലാശ്വാസം പുറത്തെടുക്കുക എന്നതാണ് ഇവരുടെ കഴിവ്. സുധീഷിന്റെ കൈയാണ് ഓരോ രൂപത്തിനും രൂപഭാവം കൊടുക്കുന്നത്. ബിന്ദു അതിന് കരുത്തും നിറവും കൂട്ടുന്നു. ഇരുവർക്കുമുള്ള ഈ കൂട്ടായ്മയാണ് ചിത്രശാലയ്ക്ക് ജീവൻ നൽകുന്നത്. കുടുംബശ്രീയുടെ സഹായവും പ്രോത്സാഹനവും ഇവർക്ക് വലിയ പിന്തുണയായി. ചെറിയ രീതിയിൽ തുടങ്ങിയ ഒറ്റയിടത്തെ തൊഴിൽ ഇന്ന് വീടുകളിൽ നിന്ന് തോട്ടങ്ങളിലേക്കും ഇപ്പോൾ വലിയ ക്ഷേത്രങ്ങളിലേക്കും എത്തുന്ന രീതി വളർന്നിരിക്കുന്നു. ഇപ്പോൾ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഗോപുര നിർമ്മാണത്തിൽ പോലും ഇവരുടെ കൈതൊട്ട സൃഷ്ടികൾ ഇടം നേടുകയാണ്. ഓരോ ഓർഡറിനെയും സ്വന്തം കുട്ടിയെ പോലെ കരുതിയാണ് ഇവർ തയ്യാറാക്കുന്നത്. കൈപ്പുഴയിലെ ഈ ചെറിയ യൂണിറ്റിൽ നിന്ന് പിറക്കുന്ന കലാസൃഷ്ടികൾ ഇന്ന് ഏറെ പേരുടെ വീടുകൾക്കും മനസ്സുകൾക്കും അലങ്കാരമാകുന്നു. സിമന്റിൽ രൂപപ്പെട്ടാലും ബിന്ദുവിന്റെയും സുധീഷിന്റെയും കരങ്ങളിൽ ഓരോന്നും ജീവൻ തുളുമ്പുന്നവയാണ്.